ബഷീർ അനുസ്മരണ ദിനത്തിൽ ജൂലൈ 5 ബഷീർ അനുസ്മരണം എല്ലാവർക്കും അറിയാം. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി തലക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് വലിയൊരു സദസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് വേറിട്ട കാഴ്ച നാട്ടിലെ കലാകാരന്മാരെ ആദരിക്കാൻ പഞ്ചായത്ത് കാണിച്ച ആ ഒരു മനസ്സിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. വിദ്യാഭ്യാസ തലത്തിൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന വായനാ വാരവും ഗ്രന്ഥശാല തലത്തിൽ ജൂൺ 19 തൊട്ട് ജൂലൈ 7 വരെ അയ്യദാസിന്റെ ഓർമ്മദിനം വരെ ഉള്ള വായനാ പക്ഷാചരണവും സർക്കാരിന്റെ മാസാചരണം, ദേശീയ തലത്തിലടക്കം മാസാചരണം വായനയെ ആഘോഷമാക്കി മാറ്റുകയാണ്. ഈ സമയത്താണ് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നത്. അത് ഒരാളോട് സംസാരിച്ച് എന്തുകൊണ്ടാണ് ബഷീർ അനുസ്മരണം ഈ ദിവസങ്ങളിൽ നടക്കുന്നത്. ജൂലൈ 5 7 തീയതിക്കുള്ളിൽ നടക്കുന്നതുകൊണ്ടായിരിക്കണം എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. ജൂൺ 5 അദ്ദേഹത്തിന്റെ ഓർമ്മദിനമാണ്. ബഷീറിനെ കുറിച്ചിട്ട് നിങ്ങളോട് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എന്നേക്കാൾ ഏറെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്. പഠിച്ചവരും പഠിപ്പിച്ചവരും വായിക്കുന്നവരും വായിപ്പിക്കുന്ന ആളുകളും ഈ കൂട്ടത്തിൽ. ജീവിതത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ വൈക്കം ബഷീറിനെ കണ്ടിട്ടുള്ളൂ. അത് 1990 കോഴിക്കോട് നിങ്ങൾക്ക് പരിചയമുണ്ടാകും ഹോട്ടൽ മാവൂരിലെ രുചി ഹോട്ടൽ. അതിന്റെ മുന്നിൽ അദ്ദേഹം രുചിയിൽ ചായയൊക്കെ കുടിച്ച് പുറത്ത് നിൽക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൈയൊക്കെ നടുക്ക് കൊടുത്തി ഒരു വലിയ ഒരു ഫയൽമാനെ പോലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആടൊക്കെ വായിച്ച് ബാല്യകാല സഖിയൊക്കെ വായിച്ച് ഹരപ്പെട്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. സത്യത്തിൽ ആ ഒരു എഴുത്തുകാരനകത്ത് കാണുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് വാസുദേവൻ നായർ ആദ്യമായിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണാൻ കൊച്ചിയിലുള്ള അദ്ദേഹത്തിന്റെ ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ ഒരാളുടെ കൂടെയാണ് പോകുന്നത്. പക്ഷെ ബഷീറിനെ കണ്ടപ്പോൾ എന്താണൊന്നും പോലും ചോദിക്കാതെ പേടിച്ച് മാറി നിന്നുള്ളത് MT വാസുദേവൻ നായർ തന്റെ ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്. ഈ എഴുത്തുകാരനെ കണ്ട് മാറി നിന്ന ഞാൻ പിന്നീട് മാധ്യമ പ്രവർത്തനത്തിൽ വന്നതിന് ശേഷം പലതവണ വയലാറിൽ പോവുകയും MT വാസുദേവൻ നായർ തന്നെ വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് ലേഖനങ്ങളൊക്കെ വാങ്ങാനും എഴുതാനും ഒക്കെ ഭാഗ്യം സിദ്ധിച്ചു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അദ്ദേഹത്തിന്റെ വൈഫ് ഫാദി ബഷീറിനെ കാണുകയും അവരോട് ബഷീറിനെ കുറിച്ചുള്ള ലേഖനങ്ങളൊക്കെ വാങ്ങാനും ഷാഹിന മകളോടും അനീസിനോടും ഒക്കെ തന്നെ സൗഹൃദം സ്ഥാപിക്കാൻ അന്ന് ഇന്നും സാധിച്ചു എന്നുള്ളത് സന്തോഷം. വൈക്കം മുഹമ്മദ് ബഷീറിനെ നിങ്ങൾക്കറിയാം. 1908 ജനുവരി 21 അദ്ദേഹം